സെവൻത് ഇയർ ഇഞ്ച് ഓഫ് ഹസ്ബൻഡ് എന്ന് പറയും മനഃശാസ്ത്രത്തിൽ. ആണുങ്ങൾ 7ാം വർഷത്തിലെ ചൊറിച്ചിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ എത്ര നല്ല ഭാര്യ ഉണ്ടെങ്കിലും ഒരു 6-7 വർഷം കഴിയുമ്പം വേറൊരു സ്ത്രീ ചുമ്മാ നോക്കാനിരുന്നു. സ്ത്രീകൾക്കറിയില്ല അതിന് സെക്ഷൽ അതിന് വ്യത്യാസത്തില്ല. സ്ത്രീക്കതില്ല. സ്ത്രീക്ക് ശരിക്കും തൃപ്തി കൊടുക്കുന്ന ഭർത്താവുണ്ട്, പിന്നെ ഒരു ചിന്തയില്ല. അച്ഛൻ എല്ലാ സിനിമകളും കാണുന്നുണ്ടല്ലേ? ഒരുപാട് പടങ്ങൾ കാണും, ഒത്തിരി പടങ്ങൾ കാണും. ഇത് പണ്ടൊക്കെ പക്ഷേ അച്ഛന്മാരുടെ പ്രശ്നത്തിൽ നിങ്ങൾ TV കാണരുത്, TV ചെകുത്താന്റെ വെട്ടിയാണെന്നൊക്കെ അച്ഛന്മാര് പറഞ്ഞിരുന്നിട്ട് ഒരു കാലത്ത് അങ്ങനെ പറയും. ഇപ്പോഴും കാണുന്നതിന്റെ സെലക്ഷൻ നമ്മൾ പറയുവേ. ഈ ലാലേട്ടന്റെ ഒക്കെ ആണെങ്കിൽ നല്ല പടം ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില പടമൊക്കെ അവർ ബോറായിരുന്നു. ചില പടങ്ങൾ ഇത്രയും വലിയ മനുഷ്യന്തിനാ മോശം റോൾ എടുക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ട്. അപ്പം മമ്മൂട്ടി തന്നെ ചിലതിനകത്തൊക്കെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് നെഗറ്റീവായ രീതിയിൽ ധ്വനിയുള്ള ചില സിനിമകൾ വന്നു. അപ്പം വന്നപ്പം അന്നേരം പക്ഷെ എന്തിനാ ഇത്രയും വലിയ മനുഷ്യൻ ഇങ്ങനെ ആകെ അതെടുക്കരുത്, പുള്ളി ഇച്ചിരൂടെ നല്ല റോളിലേ നിൽക്കാവുള്ളൂ ഇന്നത്തെ സമൂഹത്തിൽ. ഇപ്പം തകഴിയുടെ ചെമ്മീൻ്റെ കഥാപാത്രങ്ങളെ പറഞ്ഞ ചില വാക്കുകൾ ഇന്ന് പറഞ്ഞ തിയേറ്റർ കത്തിക്കും. ഒരു ജാതിയുടെ പേരൊക്കെ പറഞ്ഞിട്ടേ ഇത് പറ്റിയല്ലോ എന്ന് പറഞ്ഞ കാലം മാറുമ്പം നമ്മുടെ പദങ്ങൾ ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കും. ക്രിസ്ത്യാനിയെ പൊക്കിപ്പിടിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും ഒരു മാർക്സിസ്റ്റുകാരനും ഒരു BJP-കാരനും താല്പര്യമില്ല. എന്നുവെച്ചാൽ ഏത് മതം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തിന് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള സൂചിപ്പിക്കൽ മാത്രമേ ഉള്ളൂ ഇതിനകത്തും മുഴുവൻ. ഇപ്പം ഇന്ന് ഭയങ്കരമായ സ്നേഹം പറയുന്നവരും നാളെ അധികാരം കൈവരുമ്പോൾ ഛത്തീസ്ഗഡിൽ കാണിച്ചത് കേരളത്തിലും കാണിക്കും, എൻ്റെ വിശ്വാസം. പലപ്പോഴും നല്ലൊരു പ്രാസംഗികനാവുന്നത് വാക്കുകളുടെ മഹത്വം കൊണ്ടും വലിപ്പം കൊണ്ടും മാത്രമായിരിക്കില്ല, ആ ശൈലി കൊണ്ടുകൂടി ആയിരിക്കും. അത്തരത്തിൽ മലയാളികളുടെ ഇഷ്ടപ്പെട്ട ഒരു പ്രാസംഗികനും പുരോഹിതനും ഇന്ന് നമുക്ക് ചേരുന്നത്. സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട കാപ്പി പൊടി അച്ഛൻ, അല്ലേ? താങ്ക് യു. അച്ഛൻ എപ്പോഴും ഇപ്പോൾ അച്ഛൻ്റെ എന്താ പറയുക, പ്രസംഗിക്കുമ്പോഴാണെങ്കിലും കൂടുതലും വരുന്ന വാക്കുകളിലും സബ്ജക്റ്റുകളിലും ദാമ്പത്യം വല്ലാതെ കടന്നു വരാറുണ്ട്. സ്വഭാവമായിട്ട് ഒരുപക്ഷെ അച്ഛൻ നേരിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യവും അച്ഛൻ ദാമ്പത്യ ജീവിതം നയിക്കാതെ എങ്ങനെ ദാമ്പത്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റുന്നു, ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുള്ളത് തന്നെയാണ്. ഈ സംസാരത്തിന് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള സ്വീകാര്യത കിട്ടിയിട്ടുമുണ്ട്, അല്ലെ പ്രേക്ഷകർ? ഇത് ആ പറയുന്ന ഒരു കോണ്ടന്റ് കൊണ്ടാണോ അതോ അച്ഛൻ്റെ ശൈലി കൊണ്ടാണോ, എന്താ അച്ഛന് തോന്നുന്നത്? ഒന്നാമത് ആകർഷണം വരുന്നത് ശൈലിയിലാണ്, അതെ. പക്ഷേ അത് ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ കണ്ടന്റാണ് ഒത്തിരി. കാരണം നമ്മൾ നന്നായിട്ട് പഠിച്ച് ഒരുങ്ങി പറയുന്ന പ്രഭാഷണങ്ങളാണ്. രീതി ഇങ്ങനെ പറയുമ്പോഴും അപ്പം എല്ലാവർക്കും തോന്നിയത് എന്തോ ഉണ്ട്, ഇത് ഞങ്ങളോട് പറയുന്നതാണെന്ന് തോന്നും. അതുകൊണ്ടാണ് അതുപോലെ ഇപ്പം ജാതിമത ഭേദമന്യേ ഒരു വൈഡ് ലക്ഷങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം അതാണ്. പിന്നെ കേട്ടോണ്ടിരിക്കാൻ മടുപ്പില്ലല്ലോ. പക്ഷെ ഇപ്പം നമ്മൾ നല്ല ആശയമാണെങ്കിലും ഒരു പറയാൻ കുറച്ച് കഴിയുമ്പോൾ മടുക്കും. ഇപ്പോൾ 1 മണിക്കൂറൊന്നും പോകുന്ന അറിയുന്നില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ട് ആൾക്കാർക്ക് താല്പര്യം. പക്ഷേ കേൾക്കുമ്പം ഇഷ്ടം പോലെ എല്ലാവരും തമാശ പറയുന്ന അച്ഛൻ എന്ന് പറയും. കേൾക്കുമ്പം തമാശയല്ല, തമാശയിൽ കൂടെ ഒരുപാട് ആശയങ്ങൾ പതിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, ചീളായിട്ട്. അതെ. ഇപ്പം പലപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ കുർബാനകളുടെ ഇടയ്ക്കുള്ള പ്രസംഗമാണെങ്കിലും അല്ലെങ്കിൽ വേദോപദേശ ക്ലാസ്സുകളിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ അച്ഛന്മാരുടെ പ്രസംഗം വരുമ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്ന വിഷയം കുറച്ച് ഗൗരവമാണെന്നുണ്ടെങ്കിൽ പോലും പലരും ഇത് കേൾക്കാൻ മടുപ്പുളവാക്കുന്നതാണെന്നുള്ളതാണ് ചിന്താഗതി പോവുക. പക്ഷെ അച്ഛൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ പ്രസംഗം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും വന്ന് കൂടി കാണുക എന്നുള്ളതുണ്ട് എന്നുള്ളത്. നമ്മൾ പറയുന്ന വിഷയത്തിനേക്കാൾ അപ്പുറത്തേക്കായിട്ട് ഇത് ആളുകളിലേക്ക് ഏത് രീതിയിൽ സ്വീകരിക്കണ പോലെ പറയണം, അതിലല്ലേ ശരിക്കും ഇതിൻ്റെ ഒരു വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത്, അല്ലേ? നമ്മളത് ശ്രദ്ധിക്കണം. കാരണം ഒരു 12 മിനിറ്റ് കൂടുതൽ ഗൗരവമുള്ള കാര്യം കേൾക്കാൻ പറ്റുമല്ല മനുഷ്യൻ. അത് കഴിയുമ്പോൾ എന്തൊരു പാട്ടോ ഒരു കഥയോ ഒരു തമാശ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ 4 മുറിയും, 1 മണിക്കൂറായിട്ട് മാറിയല്ല ആൾക്കാർക്ക്. ആ രീതി നമ്മൾ അവതരിപ്പിക്കണം. ഈ എല്ലാ കാലവും എന്താ പറയുക, വിഷയത്തിന് പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ് ഈ ദാമ്പത്യം എന്നുള്ളത്, അല്ലേ? ഈ കാലത്തിനനുസരിച്ച് മാറുക എന്ന് പറഞ്ഞാൽ പോലും ഈ വിഷയത്തെക്കുറിച്ച് എപ്പോഴും അതിനൊരു പ്രാധാന്യമുണ്ട്, അതിൻ്റെ ഒരു സ്വീകാര്യത ഉണ്ട് എന്നുള്ള സാധനം. അച്ഛൻ എന്ത് തോന്നുന്നു ഈ കാലത്തിനനുസരിച്ചിട്ട് ദാമ്പത്യ ജീവിതത്തിൽ വരേണ്ട അല്ലെങ്കിൽ ഒരു പക്ഷേ വിവാഹ ജീവിതത്തിൽ വരേണ്ട ഒരു മാറ്റത്തെ അച്ഛൻ എങ്ങനെ നോക്കി കാണുന്നത്? ശരിക്കും മാറ്റം നമുക്ക് എപ്പോഴും ആൺകുട്ടിക്ക് റോൾ മോഡൽ അപ്പനും പെൺകുട്ടിക്ക് അമ്മയും റോൾ മോഡലാണ്. അപ്പം അമ്മയെ ഭരിച്ച് നയിക്കുന്ന ഒരു അപ്പനെ കണ്ടുപിടിച്ച് ആൺകുട്ടി കല്യാണം കഴിച്ചാലെന്ന് തോന്നും എൻ്റെ ഭാര്യയെ ഞാൻ നയിക്കണം. അതേ സമയത്ത് അപ്പനോട് വിധേയത്വം കാണിക്കാതെ ഒരു അമ്മയെ കണ്ട പെൺകുട്ടിക്ക് തോന്നും എന്തിനാ ഇവന് ഞാൻ അധികം വഴങ്ങുന്നത്, ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരെ. അപ്പോൾ നെഗറ്റീവ് റോൾ മോഡൽ വരും. അപ്പം അങ്ങനെ വരുമ്പം കാലം മാറുമ്പം അത് വിജയിക്കുകയില്ല. കാലം മാറുമ്പോഴത്തേക്ക് രീതി മാറുമ്പം ഈക്വാലിറ്റി ആയി. ഈക്വാലിറ്റി വരുമ്പോഴത്തേക്ക് എൻ്റെ ഭാര്യയും ഞാനും സമന്മാരാണ്. അപ്പം ആ രീതിയിൽ പെരുമാറാൻ പഠിക്കണം. സമത്വം
അപ്പം കാരണം ഭാര്യയ്ക്ക് ശമ്പളമോ പണമൊന്നുമില്ല. പക്ഷേ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ നോക്കി വീട് നോക്കി. അത് ശമ്പളം മേടിക്കുന്ന ഭർത്താവിന് നോക്കാൻ പറ്റിയല്ല. അവൻ ചെയ്യാൻ പറ്റുന്നത് വീടും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവനും ചെയ്യും. ആ രീതിയിൽ മ്യൂച്വൽ റെസ്പെക്റ്റിൽ പരസ്പര ബഹുമാനത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ പ്രശ്നം തീരും. പഴയതുപോലെ അടിമത്തം വിധേയത്വം വന്നു കഴിഞ്ഞാൽ തീർന്നു. ശരിക്കും അടിമത്ത വിധേയത്വം വിവാഹ ജീവിതത്തിൽ അങ്ങനെ പാടുണ്ടോ? ശരിക്കും പാടില്ല. പക്ഷെ ചില കാര്യങ്ങളിൽ ചുമ്മാ മനഃപൂർവ്വം വഴങ്ങി കൊടുക്കണം. ചില കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ ശരിക്കും? ഉദാഹരണത്തിന് ഇപ്പം ഭർത്താവ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒരു പക്ഷേ ഭാര്യയ്ക്ക് ഒത്തിരി ഇറിറ്റേഷൻ വരുന്നതായിരിക്കും, ബുദ്ധിമുട്ട്. എങ്കിലും കുഞ്ഞുങ്ങളെ കുടുംബത്തിൻ്റെ യൂണിറ്റിക്ക് വേണ്ടി ചില കാര്യം ചുമ്മാ വീട്ടിൽ കാണും, കണ്ടില്ല എന്ന് വെക്കണം. അതുപോലെ ഭാര്യ ചെയ്യുന്ന ചില വർത്തമാനം പെരുമാറ്റവും എന്തിനും പറയാനുണ്ട്. ചിലത് വിടണം, ഓ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംഭവമല്ലേ പോട്ടെ. അപ്പം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്താൽ ഒരുപാട് കുടുംബം വിജയിക്കും. ഇല്ലെങ്കിൽ എന്തിനു വേദന ഞാൻ 2+2=4 എന്ന് പറഞ്ഞാൽ വിജയിക്കത്തില്ല. ദാമ്പത്യത്തിൽ ചിലപ്പം 2-2 4.25 2-2 3.25 അഡ്ജസ്റ്റിലൂടെ നടത്തിയേ വിജയിക്കത്തു. ഇത് ഈ പലപ്പോഴും സ്ത്രീകളുടെ രീതിയിലേക്ക് ഒരു പരാതി പറയുന്നൊരു സംഭവമാണ്. പഴയ പോലെ ഒരു സ്നേഹമില്ല, പഴയ പോലെ പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള പരാതികളും പരിഭവങ്ങളും വരാറുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ട് പുരുഷൻ ഒരുപക്ഷെ വിവാഹത്തിന് മുമ്പ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ഇതിലൊക്കെ മാറ്റങ്ങളും വരാറുണ്ട് എന്നുള്ളതാണ്. ഈ മാറ്റം എന്തുകൊണ്ടായിരിക്കും? ഇത് സ്നേഹക്കുറവ് കൊണ്ടാണോ, അത് അവൻ്റെതായിട്ടുള്ള ജോലി ഉത്തരവാദിത്തങ്ങൾ കൊണ്ട് വരുന്നതാണോ? അച്ഛൻ എങ്ങനെ തോന്നുന്നത്? ഈ നമ്മൾ അതൊരു ആവർത്തന വിരസത വരുത്തുന്ന ഒരു ബോറിങ്ങാണ്. ഇപ്പം എന്നും കണ്ട അതേ ശരീരം, എന്നും ആവർത്തിച്ച അതേ സ്നേഹം, ഒരു രീതി. അങ്ങനെ വരുമ്പോഴത്തേന് നമുക്കൊരു എല്ലാ ദിവസവും ഉപ്പുമാവ് കഴിക്കുമ്പം ഒരു ദിവസം ഒരു മടുപ്പ് പോകും. ഇല്ല എന്ന് പറഞ്ഞ പോലെ ദാമ്പത്യത്തിൽ വരും. അത് എത്ര ഇഷ്ടവും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ മടുപ്പ് വരും. അതിന് പറയുന്നൊരു വാക്കുണ്ട്, 7th inch ഓഫ് ഹസ്ബൻഡ് എന്ന് പറയും ശാസ്ത്രത്തിൽ. ആണുങ്ങൾ 7ാം വർഷത്തിലെ ചൊറിച്ചിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ എത്ര നല്ല ഭാര്യ ഉണ്ടെങ്കിലും ഒരു 6-7 വർഷം കഴിയുമ്പം വേറൊരു സ്ത്രീ ചുമ്മാ നോക്കാനായിട്ട് തോന്നും. അത് ആണുങ്ങൾക്ക് മാത്രമോ? സ്ത്രീകൾക്ക് സ്ത്രീക്ക് അത്രയില്ല. ഇല്ല, അതിന് സെക്ഷൽ അതിൻ്റെ വ്യത്യാസത്തില്ല. സ്ത്രീക്ക് അതില്ല. സ്ത്രീക്ക് ശരിക്കും തൃപ്തി കൊടുക്കുന്ന ഭർത്താവാണ്, പിന്നെ ഒരു ചിന്തയില്ല. തൃപ്തി കൊടുക്കുന്ന ഭർത്താവാണ്. തൃപ്തി കൊടുക്കാത്ത ഒരു ഭണ്ഡാരം പോലെയാണെങ്കിൽ വേറെ ആണുങ്ങളൊക്കെ അവിടെ നോക്കിപ്പോകും. ഈ തൃപ്തി കൊടുക്കാന്ന് ഉദ്ദേശിക്കുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും സൈക്കോളജിക്കലായിട്ടും എല്ലാം. ശരീരത്തിൽ പ്രത്യേകിച്ച് അത് കൊടുക്കണം, മാനസികമായിട്ടും കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന ഒരാളിൽ നിന്ന് അകലാൻ പറ്റിയല്ലേ പെണ്ണിന്. അല്ല പെണ്ണുങ്ങൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചാൽ ഈ പാശ്ചാ തേങ്ങാമുറി എന്ന പോലെ ഇരിക്കും. ആണ് എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ സ്പീഡിലിങ്ങനെ പൊട്ടക്കാരനാണ്. അവന് കുറച്ച് കഴിയുമ്പം തിന്മയിലേ പോലും ചുമ്മാ നോക്കിയോ ഇരിക്കുക, അങ്ങനെയുണ്ട്. അപ്പം അത് ഈ നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല, മനുഷ്യനല്ലേ. ഇപ്പോൾ ഏത് പൂവിനെ കണ്ട് നമ്മൾ നോക്കുകയല്ലേ, എല്ലാ പൂവും പറിച്ച് മേശപ്പുറത്ത് വെക്കാതിരുന്ന എന്ന് പറഞ്ഞവരും ആ നോട്ടത്തിൻ്റെ അർത്ഥമുള്ളൂ. പക്ഷെ എങ്കിലും ആ നോട്ടം തെറ്റിലേക്ക് നയിക്കുമെന്ന് കണ്ടാൽ നമ്മളത് തിരുത്തണം. അതാണ് ഇതിനകത്ത് നമ്മുടെ ഈ മുന്തിരിവള്ളികൾ തുറക്കുമ്പോൾ മോഹൻലാൽ വേറെ സ്ഥിതിയിലേക്ക് നോക്കുന്നു, പിന്നെ തെറ്റ് മനസ്സിലാക്കുമ്പോൾ തിരിച്ച് ഭാര്യയിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ആ ഒരു തിരിച്ചുവരവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകണം. ശരിക്കും ഉണ്ടായിട്ട് പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ അത് പുരുഷന്മാരെ മാത്രമല്ല സ്ത്രീകളുടെ സൈഡിൽ നിന്നും കൂടി വരുന്നു എന്നുള്ളത്. അതിൻ്റെ കാരണം ഫാമിലി ലൈഫിൽ ഹാപ്പി അല്ലാതാവുന്നു. പ്രതീക്ഷിച്ച ഭർത്താവിൽ നിന്ന് കിട്ടുന്നില്ല, പ്രതീക്ഷിച്ച ഭാര്യയെ കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ കോളേജിൽ പഠിച്ചൊരു കൂട്ടുകാരൻ വാട്സപ്പിൽ വരുന്നു. അപ്പം ചുമ്മാ ഹായ് എന്നാ അവിടെ ചോദിക്കുന്നു. ദാമ്പത്യത്തിൽ തൃപ്തിയില്ലാത്ത ഭാര്യയായിരിക്കാം അവൻ അവൻ്റെ കുടുംബത്തിൽ തൃപ്തിയില്ലാത്ത കെട്ടിയവനുമായിരിക്കും. ഇപ്പം പഴയ കൂട്ടുകാരിയല്ലേ. പിന്നെ വർത്താനം പറഞ്ഞ് നല്ല തേൻ വർത്താനമൊക്കെ പറഞ്ഞ് ചിലങ്ങനെ പറഞ്ഞു തീരും, ചില പിന്നെ പ്രവർത്തനങ്ങളിലേക്ക് അങ്ങനെ പോകും. അച്ഛരുന്ന എല്ലാ സിനിമകളും കാണുന്നുണ്ടല്ലേ? ഒരുപാട് പടങ്ങൾ കാണും, ഒത്തിരി പടങ്ങൾ കാണും. ഇത് പണ്ടൊക്കെ പക്ഷേ അച്ഛന്മാരുടെ പ്രശ്നത്തിൽ നിങ്ങൾ TV കാണരുത്, TV ചെകുത്താന്റെ വെട്ടിയാണെന്നൊക്കെ അച്ഛന്മാര് പറഞ്ഞിരുന്നിട്ട് ഒരു കാലത്ത് അങ്ങനെ പറയും. ഇപ്പോഴും കാണുന്നതിന്റെ സെലക്ഷൻ നമ്മൾ പറയുവേ. പക്ഷെ അത് ഇന്ന സബ്ജക്റ്റ് ആണ് സംസാരിക്കുന്നത് നമുക്ക് മുൻകൂട്ടി അറിയില്ലല്ലോ. സിനിമ പറയും നമ്മള് ചില ഒരു സീരിയലാന്ന് വെച്ചോളുക. അപ്പം നമുക്കറിയാം അതിന്റെ ടെൻറ്റ് പോക്ക് അങ്ങോട്ടാണ്. അപ്പം അത് കഴിയുമ്പോൾ നമ്മള് പ്രാർത്ഥനാ സമയം TV സീരിയൽ ചൂഷണം ചെയ്യല്, പ്രാർത്ഥന ആ രീതിയിലേ പറയത്തുള്ളൂ, കാണലെന്ന് പറയാല്ല. പിന്നെ മോശമായതൊന്നും നമുക്ക് വിവേചിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടല്ലോ. അങ്ങനെ തോന്നിയാൽ അത് നിങ്ങൾ വിട്ടേക്കണം, അതിലേക്ക് പോകരുത്. അങ്ങനെയൊക്കെയുള്ള കറക്ഷനെ കൊടുക്കാൻ. പണ്ട് സിനിമയ്ക്ക് പോകുന്നതും
ഒരു ചായക്കടയിൽ പോകുന്നതൊക്കെ ഒരു മോശം പോലെ കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഉണ്ട്. ഇന്നതിന് അങ്ങനെയൊരു പറച്ചിലിപ്പോൾ ഇല്ല. ഇല്ല, അത് കാലത്തിനനുസരിച്ച് വന്ന മാറ്റമാണോ അത് ഇത് അനിവാര്യമാണെന്ന് തോന്നി? അങ്ങ് മാറി, അങ്ങനെ സമൂഹത്തിൽ വരുന്ന മാറ്റമായിട്ട് എടുക്കും. അച്ഛനുണ്ടോ ഇന്ന ആളുടെ പടം വന്നു, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ പടം വന്നു, മമ്മൂക്കയുടെ പടം വന്നു, അപ്പോൾ പോയി കാണണം, അങ്ങനെ ഒരു ത്വരൊക്കെ വരുമോ? ഇന്ന പടം വരും അങ്ങനെയൊന്നുമില്ല. ഇല്ല. കാരണം ഈ ലാലേട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല പടം ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചില പടമൊക്കെ വെറും ബോറായിരുന്നു. ചില പടങ്ങൾ ഇത്രയും വലിയ മനുഷ്യൻ എന്തിനാ ചെറിയ മോശം റോൾ എടുക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെയും വലിയ റേഞ്ച് അല്ലേ. പക്ഷെ ചിലർക്കൊക്കെ ഒരു വിലയില്ലാത്ത പടത്തിലും പോയി അഭിനയിക്കുക. അപ്പം അത് തോന്നും എന്തിനാ. പക്ഷെ അവരോട് ആദരവ് പോകുന്നില്ല. നല്ല പടം എപ്പോഴും ഇഷ്ടപ്പെടും. അല്ലാത്ത വരുമ്പോൾ ഇവരൊക്കെ ചുമ്മാ ഇതിനേക്കാൾ ഭേദം സീരിയൽ നടന്മാരെ പിടിക്കുന്ന സാധാരണ പടമാണ്, ചിരിക്കാനും ടൈം പാസും, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പ്രതീക്ഷിച്ച് പോയിട്ട് നിരാശപ്പെടുത്തിയ ചിത്രം ഏതായിരുന്നു? അതെ, ചില പടമൊക്കെ ഇപ്പം നമ്മൾ പറയുകയാണ്. പണ്ട് ഇപ്പം ഒടിയൻ ഭയങ്കര പരസ്യമായിരുന്നേ, ചെന്നപ്പോൾ അതില്ല. പ്രതീക്ഷ എന്നാൽ ഈയിടെ ഒരു പോർച്ചുഗീസുകാരയ്ക്കകത്ത് ഒരു പുള്ളി ഒറ്റയ്ക്ക് മുഴുവൻ അഭിനയിക്കുക. പടത്തിന്റെ പേര് പോയി, പുള്ളി നായകനുമാണ്. പക്ഷെ അതൊക്കെ നമുക്ക് ചുമ്മാ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയേ ആ പടമൊക്കെ. പക്ഷെ തുടരും വന്നപ്പം സന്തോഷമായി. അത് വ്യത്യാസമല്ല, ഒരാളോട് ബുദ്ധിമുട്ടല്ല, മരുന്നനുസരിച്ച്. അപ്പം മമ്മൂട്ടി തന്നെ ചിലതിനകത്തൊക്കെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് നെഗറ്റീവായ രീതിയിൽ ധ്വനിയുള്ള ചില സിനിമകൾ വന്നു. അപ്പം വന്നപ്പം അന്നേരം പക്ഷെ എന്തിനാ ഇത്രയും വലിയ മനുഷ്യൻ ഇങ്ങനെ ആകെ അതെടുക്കരുത്, പുള്ളി ഇച്ചിരൂടെ നല്ല റോളിലേ നിൽക്കാവുള്ളൂ എന്ന്. ഏതോ വേദാള അധ്യാപകനായിരുന്നു, എന്നിട്ട് പുള്ളി ഹോമോസെക്ഷൽ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നപ്പോഴേ നമ്മുടെ ആൾക്കാർക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അന്നേരം ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു മതത്തെ ആക്ഷേപിക്കുന്ന പോലെ ചിന്ത കുറെ പേർക്കെങ്കിലും വന്നു. അപ്പം അങ്ങനത്തുള്ളത് വരുത്താതെ പുള്ളി നല്ല എത്രയോ സൂപ്പർ റോളുകളുണ്ടേ. അപ്പം അങ്ങനത്തെ ഇപ്പം ആ വാത്സല്യമോ അല്ലെ വലിയേട്ടനോ എത്രയോ സുഹൃതം, എത്രയോ നല്ല നല്ല റോളുണ്ടേ. അത്രയും നല്ല റോൾ എടുക്കുന്ന അല്പം ഒരു താഴ്ന്ന റോളുകൾ നമ്മൾ പ്രതീക്ഷിക്കുക. ചിലപ്പോൾ ഈ കാലത്തിനനുസരിച്ച് ഇപ്പോൾ വിഷയങ്ങൾ സംസാരിക്കേണ്ടി വരില്ല. പ്രത്യേകിച്ച് കാതൽ പോലത്തെ സിനിമകൾ സംസാരിക്കുന്ന LGBT പോലെയുള്ള സമൂഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് മുമ്പ് ഈ വിഷയങ്ങൾ സിനിമ സംസാരിച്ചിരുന്നില്ല. ഈ അടുത്തായിട്ട് അത് വരുന്നുണ്ട് കൂടുതൽ പേര്. ശരിക്കും ആ വിഷയം പരിഗണിക്കപ്പെടേണ്ടവരല്ലേ ശരിക്കും അവർ കൂടെ? അവർ നമുക്കൊപ്പം ചേർത്ത് നിർത്തേണ്ടവരല്ലേ? ചേർത്ത് നിർത്തേണ്ടവരാണ്. പക്ഷെ അത് സിനിമയിൽ ഒരു മതത്തെ കുത്തുന്ന പോലെ വരാൻ പാടില്ല. അപ്പം ചുമ്മാ ചോദ്യം, ഒരു മുല്ലായെ വെച്ച് പടം പിടിക്കുമോ? ആ ക്യാരക്ടർ പിള്ളേരെ അങ്ങനെ ചിന്തയുള്ള ആളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കത്തിച്ച് കളയും തിയേറ്റർ. അല്ലെങ്കിൽ ഒരു ഹിന്ദു സന്യാസിയെ കുറിച്ച് കാണിക്കുക ഭയങ്കരമായിട്ട്. ഇന്നത് സഹിക്കുന്നില്ലല്ലോ, ഇൻറ്റോളറൻസ് എല്ലാവർക്കും ആയിപ്പോയി ആ രീതിയെ. അപ്പം അങ്ങനെ ചിന്തിക്കുകയാണ് ക്രൈസ്തവ സമൂഹവും. സത്യമാണോന്നില്ല, ആ ഒരു ട്രെൻഡ് ഇന്ന് വന്നുപോയി. പക്ഷെ മുമ്പും മറ്റു മതങ്ങളുടെ രീതിയിൽ കാണിച്ചിട്ട് ഇപ്പോൾ മോഹൻലാൽ തന്നെ ശരിക്കും ഒരു മുസ്ലിം ക്യാരക്ടറിൽ ഒരു വേഷം മുമ്പ് അങ്ങനെ വന്നിട്ടുണ്ട് ശരിക്കും. അന്ന് ഇത്രയും വർഗീയതയ്ക്ക് വന്നപ്പോൾ ഇന്നതല്ല, ഇന്ന് അങ്ങനെ ആയിപ്പോയി. ഇന്ന് എല്ലാവരും ചിന്തിക്കുമ്പം ഓട്ടോമാറ്റിക്കായി ചിന്തിക്കും. നമുക്ക് തോന്നുക നമ്മളെ തകർക്കാൻ വേണ്ടി സിനിമയിലൂടെ കൊണ്ടുവരുന്നതാണ്. കേശു ഈ കുടുംബത്തിൻ്റെ നാഥൻ, അത് ഈശോ ഈ വീടിൻ്റെ നാഥൻ എന്നുള്ള വാക്കിൻ്റെ പാരലുണ്ടാക്കിയതല്ലേ. അപ്പം അതിനെക്കുറിച്ച് ഒത്തിരി കമൻറ്റ് വന്നു. സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും ഒതുക്കി വിടുന്നു. പക്ഷെ റിമാർക്ക് വരുന്നുണ്ട് ഒത്തിരി. കാരണം പ്രത്യേകിച്ച് ചില ആൾക്കാരെ അറിയാം ഈ ആൻറ്റി ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് ഉള്ളതെന്നറിയാം. അവരുടെ പടം തോന്നിക്കഴിഞ്ഞാൽ അവരുദ്ദേശിച്ചില്ലേ പോലും. പക്ഷെ അങ്ങനെ ഒരു വിഷയം സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ല. നമ്മൾ ഇതാ ഇന്നത്തെ ട്രെൻഡ് പോകുന്നത്. അപ്പം നമ്മളും ഈ ആൾക്കാർ ചിന്തിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് കേട്ട് നമ്മൾ ചേട്ടാ ഇങ്ങനെയാണല്ലോ സിനിമ കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ചിന്ത പിന്നെ വരുവേ. അപ്പം അങ്ങനെയുള്ള ഒരു വിവാദങ്ങളിലേക്ക് നയിക്കുന്ന എടുക്കാത്ത റോളാണെങ്കിൽ ഇവരെ കുറിച്ച് നമുക്കൊരു സന്തോഷം. ജയസൂര്യ പടമാണെങ്കിൽ ഈശോ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് വിവാദമായിരുന്നു ശരിക്കും ഇത്തരം പേരുകൾ ഉപയോഗിക്കും. അപ്പോൾ സിനിമയിൽ ചിലപ്പോൾ സബ്ജക്റ്റ് ഇതുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കില്ല അല്ലേ, അങ്ങനെ മാറ്റങ്ങൾ വരുന്നത്. ശരിക്കും അങ്ങനെ പേരുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ട്? അച്ഛൻ എന്താ തോന്നുന്നത്? ഈ പറ്റുന്നിടത്തോളം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് വേറെ വർത്തമാനത്തിന് കാരണമാവും. അതിനകത്തൊരു തെറ്റുണ്ടായിട്ടൊന്നുമല്ല. ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പം തകഴിയുടെ ചെമ്മീൻ്റെ കഥാപാത്രങ്ങളെ പറഞ്ഞ ചില വാക്കുകൾ ഇന്ന് പറഞ്ഞ തിയേറ്റർ കത്തിക്കും. ചില ഒരു ജാതിയുടെ പേരൊക്കെ പറഞ്ഞിട്ടേ അത് പറ്റിയല്ലോ എന്ന് പറഞ്ഞ പോലെ കാലം മാറുമ്പം നമ്മുടെ പദങ്ങൾ ചൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. നമ്മൾ തന്നെ ആദ്യമൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞ ചില വാക്കുകൾ പിന്നീട് ആവർത്തിക്കുകയല്ല. കാരണം അത് ചിലർക്ക് മുറിവാന്ന് തോന്നിക്കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ
സിനിമകളിലൂടെ തന്നെ ഒരുപക്ഷെ മതത്തെ അവഹേളിക്കരുത് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു, അത്ര രീതിയിലേക്കുള്ള സന്ദേശങ്ങൾ കൊടുക്കരുത് എന്നുള്ളത്. പക്ഷെ ഒരിക്കൽ ഇത്രത്തോളം പ്രസംഗങ്ങൾ സ്വീകാര്യത ഉണ്ടായിരുന്ന അച്ഛൻ്റെ വാക്കുകളിൽ 800 പ്രാവശ്യം ഈ ഒരു മതപരിവർത്തനത്തെ കുറിച്ച് പറഞ്ഞത് ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ടായിരുന്നു ശരിക്കും. ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ എത്തരത്തിലാണ് ശരിക്കും അങ്ങനെ വാക്കുകൾ വരുമ്പോൾ നമ്മളത് അല്ല നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു. അപ്പം നമ്മൾ ഓർക്കുന്നില്ല, നമ്മൾ സാധാരണ പോലെ പറഞ്ഞ അടത്തിയെടുക്കുന്നൊരു വാക്കാതെ മൊത്തം പറഞ്ഞ മെസ്സേജിന്റെ ഭാഗമല്ലല്ലോ. അപ്പം അന്നേരം അങ്ങനെ ഒരു വാക്ക് അടത്തിയെടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഉപയോഗിക്കരുത് ഉണ്ട് എന്നുള്ളത്. അത് ശരിക്കും ഒരു സമുദായത്തെ ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി. അതിൽ വിഷമിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം പറഞ്ഞതാ ആണ്. പിന്നെ അതിൻ്റെ മടിത്തരം കാണിച്ചപ്പോൾ പറഞ്ഞതാ. അന്ന് ചുമ്മാ 8-9 കത്തോലിക്ക പിള്ളേരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൊണ്ടുപോയി. അപ്പം അന്നാ ഞാനിത് പറയുന്നത് അന്ന്. പക്ഷേ പിന്നീട് ആൾക്കാർ പറഞ്ഞു അച്ഛൻ സോഷ്യൽ മീഡിയയിലുള്ള ആളാകുമ്പോൾ അച്ഛനെ പിള്ളേർ അത് പറയുമ്പം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞേ. അപ്പം അങ്ങനെ മാന്യമായ ആൾക്കാർ അവിടുന്ന് തന്നെ പറഞ്ഞു. പിന്നെ നമ്മൾ ഒരിക്കലും ആ വാക്കോ ആ വിഷയങ്ങളോ പിന്നെ കൊണ്ടുവന്നിട്ടില്ല. ഈ അടുത്ത് നടന്നതിൽ വാർത്തകളിൽ ഏറ്റവും സജീവമായിട്ടുള്ള വാർത്ത കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് പലയിടത്താണെങ്കിൽ പോലും രാഷ്ട്രീയമായിട്ട് അനുകൂലമായിട്ട് എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള ഒരു അനുകൂലം, ഇവിടെ അത് ഇത്തരത്തിലുള്ള വിഷയം വന്ന സമയത്ത് അതിന് അഗേൻസ്റ്റായിട്ട് പ്രതിഷേധങ്ങൾ നടന്നു എന്നുള്ളത് ഈ പലപ്പോഴും ഈ രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഒരു ഇരട്ടത്താപ്പായിട്ട് മാറുന്നുണ്ട് ശരിക്കും. ഒത്തിരിയല്ല. ഈ ഞാനെപ്പോഴും പറയാറുണ്ട്, ആർക്കും പ്രത്യേക സ്നേഹമൊന്നുമില്ല. ഇപ്പം ക്രിസ്ത്യാനിയെ പൊക്കിപ്പിടിക്കാൻ ഒരു കോൺഗ്രസ്സുകാരനും ഒരു മാർക്സിസ്റ്റുകാരനും ഒരു BJP കാരനും താല്പര്യമില്ല. എന്നുവെച്ചാൽ ഏത് മതം ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തിന് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള സൂചിപ്പിക്കൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മുഴുവൻ. ഇപ്പം ഇന്ന് ഭയങ്കരമായ സ്നേഹം പറയുന്നവരും നാളെ അധികാരം കൈവരുമ്പോൾ ഛത്തീസ്ഗഡിൽ കാണിച്ചത് കേരളത്തിലും കാണിക്കും, എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമ്മുടെ സ്വന്തം കുടുംബവും സ്വന്തം മതവും സംരക്ഷിക്കുന്ന രീതിയിൽ എല്ലാവരും ജീവിച്ചു പോവുക. അല്ലാണ്ട് രാഷ്ട്രീയക്കാർ നാളെ നമ്മളെ ഉയർത്തുന്ന ഒരിക്കലും വിശ്വസിക്കുക. ഈ സ്വന്തം മതവും സ്വന്തം വിശ്വാസങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും അല്ലെങ്കിൽ അവരുടെ മതത്തെയും കൂടി മാറ്റി നിർത്തണം എന്നുള്ളൊരു ഇൻഡയറക്റ്റ് അങ്ങനെ ഒരു സംഭവം കൂടി വരില്ലേ? ഇപ്പോൾ ശരിക്കും ഒന്നുമില്ല. നമ്മളേത് ശരിക്കും ജീവിക്കുക, മറ്റേത് അവൻ്റെ വഴി. നമുക്കൊരു ബോധ്യമുണ്ടല്ലോ, അത് നന്നായിട്ട് ജീവിച്ചാൽ മതി. ജീവിച്ചാൽ അവനെ ഒരു ഹിന്ദു എതിർക്കുകയല്ല, ഒരു മുസ്ലിം എതിർക്കുകയല്ല, മുസൽമാനെ മറ്റുള്ളവർ ഹിന്ദുക്കളെ എതിർക്കുകയല്ല. ശരിക്കും പണ്ടതായിരുന്നല്ലോ നമ്മുടെ നാട്. ഈയിടെയല്ലേ ചുമ്മാ പേപ്പൂസൊക്കെ ആയിത്തറിയത്. അങ്ങനെ ജീവിച്ചാൽ അവന് ശരിക്കും ജീവിച്ച ഹൈന്ദവ സമൂഹം കുടിയേറ്റ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയെ പ്രൊട്ടക്ട് ചെയ്ത് മുസ്ലിംസ് മലബാർ മുഴുവൻ. നമുക്കതായിരുന്നു. ക്രിസ്ത്യൻസിലെ മുസ്ലിംസ് ഹിന്ദുക്കളും ജീവിച്ചു. വർഗീയത ഉണ്ടായിട്ട് ഒരു 30 വർഷങ്ങളേ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ വന്നപ്പോൾ അപകടമായി. അപ്പം നമ്മളും ചിന്തിക്കും അധികമായിട്ട് ആരെയും നമ്മൾ താങ്ങിയിട്ട് കാര്യമില്ല, നാളെ നമുക്ക് ഇടുവൻ പാരമണിയുന്നു. ആ ചിന്ത ഒന്നും പണ്ട ചിന്തയില്ല ആർക്കും. ഈ വർഗീയത, ഈ മതപരമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ വർഗീയതകളും ചർച്ചകളും വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ശരിക്കും ഇതിന് പിന്നിൽ രാഷ്ട്രീയക്കാരുടെ ഒരു ബോധമാണെന്നാണ്. പിന്നെ ഇപ്പം തന്നെ ഛത്തീസ്ഗഡ് സംഭവം ഉണ്ടായി. സംഭവം തെറ്റാണ്, ചെയ്തത് മോശമാണ്. പക്ഷേ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന വീട്ടിൽ വരുന്ന പലരുടെയും കണ്ണിൽ വോട്ടാണ്. എൻ്റെ കാഴ്ചപ്പാടൊക്കെ വോട്ടിന് വേണ്ടിയിട്ടുള്ള പിന്നെ നാളെ ഒരു സുപ്രഭാതത്തിൽ ഇവരാരും വേണമെന്നില്ല. ഞാൻ പറഞ്ഞത് സ്വന്തം മതം സ്വന്തം വിശ്വാസം അതിൽ ശരിക്കും ജീവിച്ചു പോവുക. വേറെ ആരെയും അധികം നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുക. അതേസമയത്ത് ചെയ്യാവുന്ന ഉപകാരമൊക്കെ ചെയ്ത് ഭംഗിയായിട്ട് അവരുടെ ജീവിതം ജീവിക്കുക. അതുപോലെ ഇത്രയും വലിയ അനീതി കാണിച്ചിട്ടും അവർക്കൊന്നും എവിടെയെങ്കിലും ചലനം ഉണ്ടായില്ലല്ലോ. ഈ കേരളത്തിലല്ലേ ചലനം ഉണ്ടായിരുന്നു. പ്രഷർ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം പ്രഷർ ചെലുത്തുന്നതിൻ്റെ കാരണവും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പല പല സാഹചര്യങ്ങളിൽ ഇവരൊക്കെ പ്രതികരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട് മറ്റു പലപ്പോഴേ. നോക്കുമ്പോൾ നമുക്കത്ര എനിക്കത്ര വലിയ വിശ്വാസമൊന്നും ഇതിനകത്തില്ല. ഇല്ല. ശരിക്കും ഈ മതവും മതവിശ്വാസങ്ങളും അനിവാര്യമാണോ? അത് വ്യക്തിപരമാണ്, ടേസ്റ്റ് പോലെയാണ്. കപ്പയാണോ ഉപ്പുമാവാണോ എന്നൊക്കെ ചോദിച്ചാൽ ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അപ്പം എനിക്ക് മതം അനിവാര്യം എന്നുള്ളതാണ്. കാരണം ഒരു മോറൽ ടീച്ചിങ് കൊടുക്കുന്ന മതങ്ങളാണ് അതിൻ്റെ പേര്. അതായത് ഈ മതം തന്നെ വിഷമാകും പ്രാന്താവുമ്പോൾ. നന്നായിട്ട് ജീവിച്ചാൽ മതം വളരെ നല്ലതാണ്. അല്ലെങ്കിൽ മതം എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് മതം എന്ന് പറഞ്ഞ പോലെ ആ മതമായിട്ടുള്ളത് മാറും, മതം ഇളകലാവും അല്ലേ? ഇത് മാറ്റം വരുന്നു എന്നുള്ളത് ശരിക്കും ഈ മോറൽ സൈഡിൽ കുറേയും കൂടി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കലും അല്ലെങ്കിൽ കുറച്ച് തിരിച്ചറിവുകളൊക്കെ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു അല്ലേ ഇപ്പൊ ക്ലാസ്സുകളിൽ? അപ്പോൾ ഉദാഹരണം ഏത് മതം എടുത്താലുമേ, അപ്പം ഭഗവത്ഗീത, ഖുറാൻ, ബൈബിൾ, എല്ലാത്തിൻ്റെയും മതഗ്രന്ഥങ്ങൾക്കകത്തുള്ള ടീച്ചിങ് എല്ലാം നന്മയല്ലേ? അല്ലേ? എടുക്കുന്ന മനുഷ്യൻ്റെ വ്യത്യസ്തയാണല്ലോ ഇത് വിനാശമായിട്ട് മാറുന്നത്. അപ്പം ആ നല്ല വശം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ആ മതം ഉള്ളതാണ്. തിന്മയിലേക്ക് പോകിൽ
ഒരു മതമില്ലാത്ത നല്ലവനായ നിരീശ്വരവാദിയാണ് ജീവിക്കുന്നത്. ആണ്. ഈ നിരീശ്വരവാദികളോട് അച്ഛൻ്റെ ഒരു മനോഭാവം എന്താ ശരിക്കും? ഒരു മതമില്ലാത്തവർ, വിശ്വാസങ്ങളില്ലാത്തവരോട് അച്ഛൻ്റെ ഒരു മനോഭാവം? അവൻ്റെ ജീവിതം നല്ലതാണെങ്കിൽ തിന്മ ചെയ്യുന്ന മതമുള്ളവനേക്കാൾ നല്ലത് വിശ്വാസമില്ലാത്ത നിരീശ്വരവാദിയാണ്. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഈ സ്നേഹം പങ്കുവെക്കാത്ത വിശ്വാസിയേക്കാൾ ഇഷ്ടം പങ്കുവെക്കുന്ന നിരീശ്വരവാദിയാണ്. അപ്പം അവനും ഒരുപക്ഷെ സത്യവും നീതിയും മുറുകെ പിടിക്കുന്നെങ്കിൽ ഇൻഡയറക്റ്റ് വേയിൽ അവനും ഒരു വിശ്വാസിയാണ്, സത്യത്തിലും നീതിയിലും. അതെ, നന്മ എന്നുള്ള കാര്യമുണ്ടെന്ന്. പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന ലഹളകളും പ്രശ്നങ്ങളും മുഴുവൻ മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിലല്ല. നമ്മുടെ ശരിക്കുള്ള വിശ്വാസികളല്ല, എല്ലാം ചുമ്മാ മതത്തിൻ്റെ ലേബലിൽ വെക്കുന്ന ഭ്രാന്തന്മാരാണ്. കറക്റ്റ് മതമാണെങ്കിൽ അങ്ങനെ ഉണ്ടാകത്തില്ല. അപ്പം അത് ആ ചിന്ത പിന്നെ ചീറ്റിച്ചൊന്ന് പിടിക്കുകയും ചെയ്യും ഓരോ വിധത്തിലേ. ശരിക്കും ഇപ്പോൾ വിവാഹം എന്നല്ല അപ്പുറത്തേക്ക് ഇപ്പോൾ കൂടുതലും ഡിവോഴ്സ് കേസുകൾ കണ്ടു തുടങ്ങി അല്ലേ? പണ്ട് അത്രത്തോളം ഉണ്ടായിരുന്നില്ല. എൻ്റെ നോർമലൈസ് ചെയ്ത് തുടങ്ങി. മറ്റേതൊരു വിവാഹം കഴിഞ്ഞൊരു പ്രശ്നം ഉണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് എന്തോ മോശമാണ്, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, ബന്ധുക്കൾ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് മാറി തുടങ്ങി. അച്ഛന് തോന്നുന്നു അത്തരത്തിൽ തുടരാൻ പറ്റാത്തൊരു ബന്ധമാണെങ്കിൽ അതിന് തുടരാൻ വേണ്ടിയിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്യണോ, അല്ലെങ്കിൽ പറ്റാത്ത ബന്ധമാണെങ്കിൽ പിരിഞ്ഞു പോരണോ? മാക്സിമം തുടരാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങ് 99% എന്തെല്ലാം മാർഗമുണ്ട് കൊടുക്കണം. ഒരു മാർഗം ഇല്ലെങ്കിൽ പിന്നെ പിരിഞ്ഞു പോകാം. ശരിക്കും ആ ഒരു ഇത് നോർമലൈസ് ചെയ്യേണ്ട ഒരു സമയം ആയില്ലേ? ഇത് വലിയൊരു പ്രശ്നമുള്ള കേസൊന്നുമല്ല ഡിവോഴ്സ് എന്നുള്ളത്. ഇത് അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ള രീതിയിലേക്ക് പോകേണ്ടതില്ല. കുറേ ആയിട്ട് കൗൺസിൽ ചെയ്തിട്ട് പറ്റാത്തൊരു കാര്യത്തിന് കൂട്ടിച്ചേർക്കാൻ നോക്കേണ്ടതുണ്ടോ? ചില കാര്യം കൂട്ടിച്ചേർക്കാൻ പറ്റിയല്ല, അത് കോടതിക്ക് വിടുക. കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത് നമ്മുടെ രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ വിവാഹങ്ങൾക്ക് അപ്പുറത്തേക്ക് അതൊരു ഇപ്പോൾ ലിവിങ് ടു ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്തരം റിലേഷൻഷിപ്പ് ഒരു മാരേജ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് പോവാതെ ഇഷ്ടപ്പെട്ടൊരുമിച്ച് ജീവിക്കുക, അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളോ ലൈസൻസോ ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിനോട് അച്ഛൻ എങ്ങനെ നോക്കി കാണുന്നത്? ആൺപെണ്ണ് അതെ. അതിനകത്തൊരു പ്രശ്നതേ ഉള്ളൂ, അതിനകത്ത് ഉത്തരവാദിത്വ ബോധമില്ല. നമ്മൾ ഏത് ലൈഫിലൊരു ഉത്തരവാദിത്വ ബോധം. ഇപ്പം ചാനലിൽ നമ്മളിങ്ങനെ പറയുമ്പം നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ആണല്ലോ നല്ല കാര്യം അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കല്യാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ലോകത്തിന് ഒരു പുതിയ നല്ല തലമുറയെ കൊടുക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഭാഗമാണ്. ദൈവമക്കളെ തന്നാൽ അല്ലാതെ ശരിക്കും വിവാഹം കഴിഞ്ഞാൽ ഉത്തരവാദിത്വം വരും, അങ്ങനെ ഉണ്ടോ? അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടാകണമല്ലോ, കുഞ്ഞിനെ വളർത്തണ്ടേ, അതാണല്ലോ റെസ്പോൺസിബിലിറ്റി. അതാണ്. ഇപ്പം 2 കുഞ്ഞ് കഴിച്ചാൽ കുഞ്ഞ് ജനിച്ചു, ആ കഷ്ടപ്പാട് വലച്ചിലും ലിവിങ് ടുഗദറിലില്ല. അതിനകത്ത് ഉത്തരവാദിത്വമില്ല, ചുമ്മാ ഒരു എൻജോയ് ചെയ്യുന്ന മാത്രമേ അതിന് വരുള്ളൂ. റെസ്പോൺസിബിലിറ്റി തന്നെ ഇരിക്കുന്നത്. അവർ സെക്സ് ആസ്വദിച്ചു, അല്ലെങ്കിൽ കൂട്ടുകൂടി ഇങ്ങനെ നടന്ന് അടിച്ചു പൊളിച്ചു, അവസാനമാകുമ്പോൾ അങ്ങനെ മരിച്ച് അങ്ങ് പോയി. അപ്പം അതല്ലല്ലോ ഇപ്പൊ ഇതിൽ പറഞ്ഞ അച്ഛൻ പറഞ്ഞു ലിവിങ് ടുഗദർ ആകുമ്പോൾ അതിലൊരു ഉത്തരവാദിത്വം വരുന്നില്ല, വിവാഹം എന്നൊരു നടക്കാത്തത് കൊണ്ട്. ഇതിനപ്പുറത്തെ വശത്തേക്ക് ചിന്തിക്കുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്, എൻ്റെ ഇഷ്ടമില്ലാതെ ആകുമ്പോൾ എനിക്കത് പെട്ടെന്ന് മാറി ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും പ്രതിസന്ധിയും അവിടെ വരുന്നില്ലേ? ശരിക്കും ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ ഏതൊന്നും ഒരു ഭൂരിപക്ഷത്തിൻ്റെ കഥയല്ലല്ലോ. 100-ൽ 99 അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ. ശതമാനമൊക്കെ ഭയങ്കരമായിട്ട് മാറി തുടങ്ങി. കോടതിയിലെ വക്കീലുണ്ട്, ചുമ്മാ കുറെ പേട്ട് കേസുകളാണ് ഡൈവോഴ്സിലൊക്കെ വരുന്നത്. ചിലത് സത്യസന്ധമായ കേസുകൾ. അച്ഛൻ കുടുംബ കോടതിയിലാണോ? പിന്നെ അപ്പൊ അച്ഛൻ്റെ സൈഡ് ഒരു ഡിവോഴ്സ് കേസിന് വരുന്ന സമയത്ത് മാക്സിമം കൗൺസിലിംഗ് വിട്ടിട്ട് കൂട്ടി യോജിപ്പിക്കാനോ ആണോ മാക്സിമം നോക്കാറുള്ളത്? പരമാവധി. ഒരു മാർഗമില്ലെങ്കിൽ കോടതിയുടെ വിധിയിലേക്ക് പോയിക്കോളാൻ പറയും. ഒത്തിരി എത്ര യോജിപ്പിക്കാൻ പറ്റുന്നു. ശരിക്കും ഡിവോഴ്സ് വേണമെന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ നല്ലതല്ലേ? അച്ഛൻ മാക്സിമം കൂട്ടി യോജിപ്പിക്കും. അവർ പിരിയണമെന്ന് പരമാവധി തീരുമാനിക്കാൻ ചിലർ വരും. ഇപ്പം കുറേങ്ങാട് പോലീസ് സ്റ്റേഷൻ കേസിലെങ്കിൽ SI എന്നോട് ചോദിക്കും, അച്ഛാ ഇത് കോടതി കേസിൽ പോകണോ വേണ്ടയോ? വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. ചില കാര്യം അങ്ങനെ ചിലയിടത്ത്. അപ്പം നമുക്കിപ്പം ഡൈവോഴ്സ് ചെയ്യുന്നവരെ വിമർശിക്കുകയൊന്നുമല്ല, ചില സാഹചര്യം അങ്ങനെ ആയി പോകാം. പക്ഷേ അതൊരു കോമൺ ആയിട്ട് അംഗീകരിക്കേണ്ട ഫോറമാണെന്നും പറഞ്ഞ് തിയറിയാക്കാൻ പറ്റുമല്ല. അങ്ങനെ സമൂഹത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് അത് മാറും. പരമാവധി ഒരുമിച്ച് ജീവിക്കാൻ നോക്കുക. അതെവിടെയും ഉണ്ടല്ലോ കഷ്ടപ്പാട് വരച്ചിലും നോക്കാൻ പറയാ. കുടുംബമാണെങ്കിൽ കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങൾ അടിച്ച് ഉത്തരവാദിത്വം നിർവഹിക്കുക. അപ്പം നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി 5 മക്കളെ ശരിക്കും വാർത്തെടുത്താൽ സമൂഹം നന്നാവും. അച്ഛനായ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, എൻ്റെ പ്രബോധനങ്ങളിലൂടെ ഞാൻ സമൂഹത്തെ രൂപപ്പെടുത്തണം. അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. അതില്ലാതെ കുറച്ച് തിന്ന് കുടിച്ച് കാശുമായിട്ട് പട്ടി, അത് കന്നിമാസത്തിൽ പട്ടി അതിനെ ബസ് സ്റ്റാൻഡിലൊക്കെ നക്കി നടക്കുന്നതാണ്. അത് വളരെ വ്യത്യാസം. എനിക്ക് ഞാനിതിനെ
ഫ്ലവേഴ്സ് ചാനലിൽ 1 മണിക്കൂർ തന്നെ ഉണ്ടായിരുന്നു ഇതിനുള്ള മറുപടിയായിട്ടും. അപ്പം ഞാൻ അങ്ങനെയുള്ളവർക്ക് ഒരു വില ഞാൻ കൊടുക്കാറില്ല. വില കൊടുക്കുന്നവർ കണ്ടേക്കാം, എൻ്റെ കാഴ്ചപ്പാടിൽ ശരിയല്ല. ശരിക്കും ഈ മക്കൾ കൂടുതൽ വേണം, ഇപ്പം അച്ഛൻ പറയുന്ന വാക്കുകളിൽ തന്നെ 4-5 മക്കൾ ഉണ്ടാവട്ടെ, മക്കൾ കൂടുതൽ വരട്ടെ എന്നുള്ളൊരു സംഭവം ചിന്താഗതി വരുന്നുള്ളൂ. ശരിക്കും നമ്മുടെ ഒരു പോപ്പുലാരിറ്റി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അല്ലേ അധികമാണ് എന്നുള്ള സാധനം. ശരിക്കും അതിനെ അച്ഛൻ എന്താ പറയുക, കൂടുതൽ കാണുന്നത് മക്കൾ വേണം. കാരണം ഇപ്പം യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ 8 മക്കൾ വരെ യങ് കപ്പിൾസ് ആയി തുടങ്ങി. മക്കൾ വേണമെന്നും പറഞ്ഞു ഒത്തിരിയായി വിദേശത്തൊക്കെ. നമ്മുടെ നാട്ടിൽ തന്നെ എടുക്കുക, മക്കള് പരമാവധി കുറവെന്ന് കാണുന്ന ഗ്രൂപ്പ് ക്രിസ്ത്യൻസും പിന്നെ ഹിന്ദുസിനിടയിലുവാ. മുസ്ലിം സമുദായത്തിൽ അങ്ങനെയില്ലല്ലോ. ഏറ്റവും കൂടുതൽ വളരുന്നത് അവരായിരിക്കും. വരും കാലം അവരുടെ കയ്യിലും ആവും. കാരണം അവർക്ക് അനുഗ്രഹമുണ്ട്. ചുമ്മാ നിയന്ത്രണമൊന്നും ബുദ്ധിപരമായിട്ട് ദൈവം നന്നാ വളർത്തും. അത് തെണ്ടിയാലും വഴിന്ന് വല്ലതും പെറുക്കി വിറ്റാലും അപ്പോൾ അവർക്ക് അനുഗ്രഹമുണ്ട്. ഞാൻ കാണുന്നത് ഈ ഡിവോഴ്സ് കേസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുക, ശരിക്കും ഈ ജീവനാംശം കൊടുക്കുന്ന പരിപാടിയോട് അച്ഛൻ്റെ ഒരു അഭിപ്രായം എന്താ? ജീവനാംശം കൊടുക്കുക, അല്ലെങ്കിൽ ഡിവോഴ്സിന് ശേഷം ഇത്രയും പൈസ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു പക്ഷേ ഹസ്ബൻഡ് സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കിയിട്ടായിരിക്കാം അതിനപ്പുറത്തേക്ക് ഇത്ര പൈസ ഞങ്ങൾക്ക് വേണം എന്നൊരു ജീവനാംശം കൊടുക്കുക എന്നുള്ള സ്ത്രീയുടെ ഒരു അത് അവകാശമായിട്ട് കാണുന്നു, അതൊരു അല്ലെങ്കിൽ അതൊരു മുതലെടുക്കലായിട്ടാണോ തോന്നുന്നത് അച്ഛന്? അത് ചിലർക്ക് അവകാശമാണ്, ഒന്നുമില്ലാത്തവർക്കേ. ഒരു കുടുംബ കോടതിയിൽ കേസ് കൊടുത്തു കഴിയുമ്പം അത് 4 ആയിട്ടങ്ങ് പോവും. 1 ജീവനാംശം, 2 ശാരീരിക പീഡനം, 3 മനസ്സിൻ്റെ മുറിവ്, 4 കൊടുത്ത പൈസയുടെ ഷെയർ. ഇങ്ങനെ 4 ആയിട്ട് അതങ്ങ് പോവും. അപ്പം അങ്ങനെ പോകുമ്പം ഇപ്പം ഭർത്താവ് 1,00,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ മാസം വരുമാനമുണ്ട്. ഡൈവോഴ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേന് ഇവർക്ക് പിന്നെ ജീവിക്കാനൊന്നുമില്ലെങ്കിൽ കോടതി, സഭയായിട്ട് വിശ്വാസമൊന്നുമില്ല, കോടതി നിയമങ്ങളാണ്, ജീവനാംശം കൊടുക്കണം. അതേ സമയത്ത് തന്നെ ഒരുമിച്ചുണ്ടാക്കിയ പ്രോപ്പർട്ടി ആണെങ്കിൽ പപ്പാതി എന്നുള്ളതാണ് നിയമം. ഇവക്ക് 1 കോടി ഉണ്ടെങ്കിലും മറ്റവൻ്റെ 50,000-ൻ്റെ 26 ഇവക്കുള്ളതാണ്. പപ്പാതി കൊടുക്കണമെന്നുള്ളതാണ് നോട്ടത്തില്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് അനീതി അവൾ കാണിക്കുക, കാരണം അവൾക്കുണ്ട്. എന്നാലും പക്ഷേ പിന്നെ അവക്കുള്ളതല്ല, പിന്നെ വക്കീൽ പറയുന്നതാണ് അവളുടെ വേദവാക്യം. ഇന്നത് പറഞ്ഞോളാം, അല്ലാതെ അവൾക്ക് പിന്നെ പറയാൻ പറ്റില്ല. ശരിക്കും ഈ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിന്ന് അങ്ങനെ ഉപദ്രവിച്ച് ഇങ്ങനെ ഉപദ്രവിച്ച് കുറെ വക്കീൽ ഭാഷ്യങ്ങളും എഴുത്തുകളും കൂട്ടിച്ചേർക്കലുകളും ഇല്ലേ ഇതിൽ? എന്തായാലും ആവശ്യമില്ല, അത് ഒരുപാട് കൂട്ടിച്ചേർക്കും. രണ്ടാമത് വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ തമ്മിൽ കൂടി കുറച്ച് നാൾ കേസ് കൊണ്ടുപോകാന്ന് പറയും. 2 പേരും കാശ് മേടിക്കാൻ പറ്റും, അന്തർധാര. അവർ തമ്മിൽ ഒക്കും. ഒരു ദിവസം അവർക്ക് സൈഡ് മറുവശം ഇത്, അങ്ങനെ ഒത്തിരി കള്ളത്തരങ്ങൾ ഉണ്ട്. നമ്മൾ ഈ ഭാഗത്തെ കുറിച്ച് എപ്പോഴും സംസാരിക്കുമ്പോൾ ആണിനെയും പെണ്ണിനെയും ചേർത്താണ് സംസാരിക്കുന്നത് അല്ലേ? പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ കേൾക്കുന്ന പറഞ്ഞ ആണും ആണ് വിവാഹം കഴിക്കുന്ന പെണ്ണ് ലെസ്ബിയൻ കപ്പിളിനെയും ഗേ കപ്പിളിനെയും കുറിച്ചുകൂടെ കേൾക്കുന്നുണ്ട്. ഇത് ഈ സോറിൻ്റെ അകത്തെ അച്ഛൻ എങ്ങനെയാണ് ശരിക്കും അതിനോട്? അതെ, എന്നെ സംബന്ധിച്ചോളം അതൊരു, എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡർ ഉള്ളവരാണ്. ആണിന് അവരെ കുറ്റപ്പെടുത്തല്ല, ആണിനെ ഇഷ്ടപ്പെടാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് മാർപ്പാപ്പയാണെങ്കിലും പറഞ്ഞത് അങ്ങനെയുള്ളവരെ സഭയോട് ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കുക. അതൊരു ഐഡിയോളജി ആയിട്ട് ആദർശയോട് ആരും എടുക്കുന്നതല്ലല്ലോ, പ്രപഞ്ച നിയമത്തിൽ ഉള്ളതല്ലല്ലോ. ഒരിക്കലും ഒരു മൂരിക്ക് മൂരിയല്ല ഇഷ്ടം, ഒരു പോത്തിന് പോത്തിനെ അല്ല, അതിന് എരുമയാണ്. അതാണ് പ്രപഞ്ച നിയമം. അപ്പം അതല്ലാത്ത രീതി തോന്നിക്കഴിഞ്ഞാൽ അവിടെ സൈക്കോളജിക്കൽ കാര്യമാണ്. അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനോ തെറ്റുകാരത്തെ എത്തിക്കാനോ പറ്റുമല്ല. പക്ഷേ അത് നോർമൽ അല്ല എന്ന് എന്നെപ്പോലുള്ളവർക്ക് തോന്നും. എന്താ കാരണം അതൊരു നോർമൽ അല്ല എന്ന് ചിന്തിക്കാൻ? നമ്മളതൊരു ഓപ്പോസിറ്റ് ജെൻഡറിനോടായിരിക്കണം നമ്മുടെ ഒരു അട്രാക്ഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സംഭവം വേണം എന്നുള്ളൊരു നമ്മൾ കണ്ടുവന്നൊരു സാധനമാണ് പ്രകൃതി നിയമം, അതാണ്. പക്ഷേ നമ്മൾ ഈ LGBT കുറിച്ച് സംസാരിക്കുന്നത് ഇക്കാലാണെങ്കിലും ഈ വിഷയം എല്ലാ കാലവും ഉണ്ടായിട്ടില്ല. ഇപ്പൊ മുൻപാണെങ്കിലും പല പേരുകളിൽ വിളിക്കണമെന്നല്ലേ ഉള്ളൂ അല്ലെ? അല്ലെങ്കിൽ ജെൻഡറിനോട് ഇഷ്ടം തോന്നുന്നതും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള അട്രാക്ഷൻ പ്രേമം ഒക്കെ തോന്നുന്നതും മുൻപും ഉണ്ടായിട്ടില്ലേ? കുറച്ചുകൂടി ചർച്ച ചെയ്യുന്നത് ഇപ്പോഴാണെന്നല്ലേ വ്യത്യാസം ഉള്ളൂ എന്നുള്ളത്. അപ്പൊ ശരിക്കും ഇത് കുറേ കൂടി കൂടുതൽ എത്തുന്നു. ഇപ്പം ഞാൻ തന്നെ മുമ്പ് സംസാരിച്ചിട്ടുള്ള ട്രാൻസ്മെൻസ് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഇത് എന്തിന് അല്ലെങ്കിൽ ഒരു അവസ്ഥ വന്നു, കാരണം ഞങ്ങളിത് ബോധപൂർവ്വം വരുന്നതല്ല, എന്നിലെ ഇഷ്ടങ്ങളും കാര്യങ്ങളും അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്, എന്തിനിങ്ങനെ ഒരു ജന്മം തന്നു എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഈ അവസ്ഥയിൽ നിൽക്കുന്നവരത് കൂടുതൽ ഒറ്റപ്പെടുത്തലും കൂടി ആകുമ്പോൾ അത് ഒറ്റപ്പെടുത്തലായിരുന്നില്ല. സഭയുടെ നിയമം അവരെ ചേർത്ത് നിർത്തുക, പക്ഷെ അതിനെ അംഗീകരിച്ചിട്ടുമില്ല, പോസിറ്റീവായിട്ട് എടുക്കത്തുമില്ല. പക്ഷെ അവരും ഉൾപ്പെടുത്തി നമ്മുടെ കൂടെ നിൽക്കുന്നു. കാരണം അവർക്ക് എന്തോ ഒരു സൈക്കോളജിക്കൽ ആ രീതിയിൽ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പം ചിലർക്ക് ഭ്രാന്ത് പിടിച്ചു, കൊല്ലാൻ പറ്റിയല്ലോ, ആ ഭ്രാന്തോടെ ഉൾക്കൊള്ളണം ഒരാൾക്ക്. ഒരാൾ എന്തെങ്കിലും സ്വഭാവ വൈകല്യമുണ്ട്, പറഞ്ഞ പോലെ ഒരു സൈക്കോളജിക്കൽ വൈകല്യമായിട്ട് നമ്മൾ ഇന്ന് വരെ സഭ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ അവരെ ഒറ്റപ്പെടുത്തുകയല്ല.
അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടെ നിർത്തും. അല്ല ഒപ്പം, പക്ഷെ അതിനൊരു പ്രശ്നമല്ലേ, ഒപ്പം നിർത്തുകയും ചെയ്യുന്നു, പക്ഷെ ഇതൊരു ശരിയല്ല എന്ന് പറയുന്ന പോലെ ഒരിക്കലും ശരിയല്ലല്ലോ. അല്ല. അച്ഛന് കുറേ കൂടിയും ആളുകളിലേക്ക് സ്വീകാര്യതയും എത്തുന്നത് നവമാധ്യമങ്ങളിലൂടെയാണ് അല്ലേ ശരിക്കും? അച്ഛൻ എന്നെങ്ങനെ കൂടുന്നു ഈ നവമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയ കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്നതിൻ്റെ ഒരു ഗുണം ദോഷം എന്നുള്ള രീതിയിലേക്ക് അച്ഛൻ നോക്കി കാണുന്നത് എങ്ങനെ? അതെ, എല്ലാവരും ഒരു നന്മയുടെ മെസ്സേജ് കൊടുക്കുകയും അത് ആൾക്കാർ കാണുകയും ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ്. പലപ്പോഴും ഈ നെഗറ്റീവ് ആൾക്കാർ കാണുന്നുള്ളൂ. ഇപ്പം വാട്സപ്പൊക്കെ എടുത്തു കഴിഞ്ഞാലും മോശമായത് തന്നെ അങ്ങോട്ട് കാണും. ഈ അൽഗോരിതം ഭയങ്കരമായിട്ട് വർക്ക് ആവും, അതങ്ങ് ഷെയർ ചെയ്യും. അതുകൊണ്ട് ഉപയോഗപ്പെടുന്നില്ല. നല്ല വശം എടുത്ത് പോവുകയാണെങ്കിൽ ക്വൈറ്റ് ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരെ അച്ഛൻ്റെ വാക്കുകളിലൂടെയും അല്ലെങ്കിൽ കുറേയേറെ പ്രസംഗങ്ങളിലൂടെയൊക്കെ നവമാധ്യമങ്ങളിലെ നമ്മൾ കണ്ടു, മിനി സ്ക്രീനിൽ കണ്ടു. അപ്പോൾ ഇനി അച്ഛനത് ബിഗ് സ്ക്രീനിൽ കണ്ട് നല്ലൊരു വേഷത്തിലൂടെ കാണാനൊരു സമയം കൂടിയാണ്. അപ്പോൾ രാജകന്യ ആ സിനിമയിലൂടെ തന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സന്ദേശങ്ങൾ സിനിമകളുണ്ടാവട്ടെ, അച്ഛൻ ഇതുപോലെ കുറേ വേഷങ്ങളിലൂടെ കാണാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്.